തീർക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ്. അത് ഒരു ദിവസം അങ്ങനെ വൈകിയാണെങ്കിൽ ഇവരെല്ലാം കൂടെ കൊണ്ട് ഇറങ്ങുകയും ചെയ്യും. എല്ലാം ഇറങ്ങി വലിയ തള്ളുകളാണ് ധനമന്ത്രി ബാലഗോപാലിനും ഇടത് സൈബർ ഹാൻഡിലുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റതിന് തൊട്ടു പിന്നാലെ കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തി. 3000 രൂപ വീതം ആശാ വർക്കർമാർക്ക് ഒരു ഓണറേറിയത്തിൽ വർധനവ് വരുത്തി. 1000 രൂപ വീതം സ്കൂൾ പാചക തൊഴിലാളികൾക്കും അംഗൻവാടി വർക്കർമാർക്കും അതുപോലെ പ്രീ പ്രൈമറി ടീച്ചേഴ്സിനും ഉള്ള വർധനവ് വരുത്തി. ജൂൺ 15 മുതൽ സൗജന്യ യാത്ര, ഇതിൽ KSRTC സൗജന്യ യാത്ര, അങ്ങനെ ഒരുപാട് പണച്ചെലവുള്ള ജനപ്രിയമെങ്കിലും പണച്ചെലവുള്ള കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ അത് ശ്രദ്ധിച്ചായിരുന്നു. ഇടതുപക്ഷം വന്ന് ചോദിക്കുന്നത് ഖജനാവിൽ പൂച്ച വെറ്റ് കിടക്കുകയാണെന്ന് AK ആന്റണി പറഞ്ഞു. പിന്നെ ഇത് എവിടെ നിന്നാണ് ഇതിനുള്ള പൈസ? അതാണ് ചോദ്യം. ഈ പൈസ ഖജനാവ് കാലിയായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ ഇറങ്ങിയത്? ഏറ്റവും ആദ്യം ഇറങ്ങിയിരിക്കുന്നത് ധനമന്ത്രി ബാലഗോപാൽ. ഒന്ന് ആലോചിച്ചേ, ഇവര് നടത്തിയ കള്ളക്കളി മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ തള്ളാൻ, ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ ഈ ധനമന്ത്രി അടക്കം ഇടതുപക്ഷത്തിന് നാണമല്ലേ? ഡോക്ടർ തോമസ് ഐസക് കൊണ്ടായിരുന്നു അദ്ദേഹം സൈദ്ധാന്തി, അദ്ദേഹം മറ്റേ ഈ സാമ്പത്തിക ഭാഷയിലും കൂടെ ജാർഗനസ് വെച്ച് സംസാരിക്കും. നമുക്ക് കിട്ടിയിരിക്കുന്ന കണക്ക് പ്രകാരം ഏപ്രിൽ മാത്രം പിണറായി സർക്കാർ കടമെടുത്തിരുന്നത് 11,503 കോടി രൂപയാണ്. അതായത് ഏപ്രിൽ 11,503 കോടി രൂപ. കാവൽ സർക്കാരാണെന്ന് ഓർത്തോണം. അതെ, ഏപ്രിൽ എന്ന് പറയാം, ഏപ്രിൽ മെയ് തെരഞ്ഞെടുപ്പ് കാലമാണ്, കാവൽ സർക്കാരാണ്. ഈ 11,503 കോടി രൂപ കടമെടുക്കുന്ന സമയത്ത് ഖജനാവില് 5 പൈസ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇത് എടുക്കുന്നത്. അപ്പൊ തന്നെ 10,000 കോടിയിലധികം രൂപ കരാറുകാർക്ക് കൊടുക്കുക. കരാറുകാർക്ക് കൊടുക്കാനുള്ള 10,000 കോടി രൂപയാണ്. അവർ നിരന്തര സംഘടനകളെ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അവരെ മറന്നുകൊണ്ടാണ് ഈ ഇടതുപക്ഷ സർക്കാർ ഈ കൊട്ടിഘോഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 11,503 കോടി രൂപ കടമെടുത്തിരുന്നു എന്ന് അക്കൗണ്ടന്റ് ജനറലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കണക്ക് ഇപ്പൊ വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നതോടെ മരുപ്പെട്ടു. മുമ്പൊരിക്കലും കേരളത്തിലെ ഒരു അക്കൗണ്ടന്റ് ജനറൽ ഇതുപോലെ ഈ ഇവരുടെ കള്ളക്കണക്ക് പുറത്തുകൊണ്ടപ്പോൾ അയാൾക്കെതിരെ അതിഭയങ്കര സൈബർ ആക്രമണം നടത്തി. അതായത് കോൺഗ്രസ് നേതാവിന്റെ ബന്ധുവാണെന്ന, മോനാണെന്ന, മരുമാനാണെന്നൊക്കെ പറഞ്ഞ് നിരന്തരം ചീത്തവിളിയായിരുന്നു. കട്ടുമുടിക്കുക, കടം വാങ്ങി നക്കുക എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇന്ന് മുടിക്കാറുണ്ടല്ലോ. അതെ, ഇപ്പൊ നോക്ക്, ധനവകുപ്പിന്റെ കണക്ക് ഏപ്രിൽ സർക്കാരിന്റെ ആകെ വരുമാനം 22,920 കോടി രൂപ. നികുതി വരുമാനം 8,583 കോടിയാണ് ഇതിൽ. അതായത് 22,920 കോടി രൂപയിൽ 8,583 കോടി രൂപ നികുതി വരുമാനവും നികുതി ഇതര വരുമാനവുമായിട്ട് 2,922 കോടി രൂപ. അങ്ങനെ ആകെ ഖജനാവിലേക്ക് വന്നത് 11,417 കോടി രൂപ. അത്രയാണ് വന്നിരിക്കുന്നത്. ചെലവ് കേട്ടോണം. ആ മാസത്തെ ചെലവ് 22,503 കോടി രൂപ. അതായത് 11,503 കോടി രൂപയുടെ കുറവ്. അതായത് ഇവരുടെ വരവിലും ചെലവും തമ്മിലുള്ള വ്യത്യാസം 16,503 കോടി രൂപ. അത്രയും രൂപ ഇവർ കടമെടുത്തു. ഈ കടമെടുത്തിട്ട് തൂർത്തടിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് പിണറായി കാവൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് മെയ് 1 റിസർവ് ബാങ്കിലെ ട്രഷറി ബില്ലുകളിൽ സർക്കാർ നിക്ഷേപിച്ചിട്ടുള്ള മിച്ചത്തുക 5,529 കോടി രൂപയാണ്. റിസർവ് ബാങ്കിന്റെ ട്രഷറി ബെഞ്ചിൽ കേരള സർക്കാരിൻ്റെ, അതും അവിടെ നിന്ന് വായ്പ എടുത്തു. അല്ല, മാത്രമല്ല ഒരു 4,000 കോടി കണക്ക് പറയുന്നുണ്ടല്ലോ, അത് അത് പിന്നെ പറഞ്ഞ 6,000 കോടിയാണ്. ഈ 6,000 കോടിയുടെ കണക്ക് ഇത് ഇങ്ങനെയായിരുന്നു. അതിൽ 4,000 കോടി രൂപ നബാർഡിൽ നിന്നും വാട്ടർ അതോറിറ്റിക്ക് വായ്പ എടുത്തു. അവർക്ക് അനുവദിച്ചാണ് 9,000 കോടി പദ്ധതി നടത്താൻ വേണ്ടി അനുവദിച്ച പണമാണ്. അതായത് അതിന്റെ കണക്കറിയത്തില്ലേ? 9,000 കോടി രൂപ നബാർഡിൽ നിന്ന് വാട്ടർ അതോറിറ്റി ഈ ജൽജീവൻ മിഷന് വേണ്ടി എടുക്കുന്നു. 9,000 കോടി. അതിൽ 5,000 കോടി ഫസ്റ്റ് ഗഡുവായിട്ട് കിട്ടുന്നു. ഈ ഫസ്റ്റ് ഗഡുവിൽ 3,000 കോടി, 5,000 കോടി കിട്ടിയ 3,000 കോടിയെ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിട്ടുള്ളൂ. 2,000 കോടി സർക്കാരിന്റെ ചെലവിനെടുത്തു. അപ്പോൾ രണ്ടാമത് അപ്പോൾ എന്ത് പറയുന്നു? കരാറുകാർക്ക് 1,800 കോടി രൂപയുടെ കുടിശ്ശിക കൊടുക്കണം. അതിനുവേണ്ടി നോക്കുമ്പോൾ പണമില്ല. ഈ 2,000 കോടി രൂപ സർക്കാരിന്റെ കയ്യിലുള്ള കൊടുക്കുകയില്ല. പകരം എന്ത് പറയുന്നു? വീണ്ടും കടം ശേഷിച്ച ആ 9,000 കോടി അനുവദിച്ചതിൽ 4,000 കോടി എടുത്തോളാൻ പറയും. അങ്ങനെ ആ 4,000 കോടി എടുക്കുന്നു. അതിവിടെ വരുന്നു. അതാണ് ഈ ഖജനാവിൽ കിടന്നത്. അപ്പം ആ 4,000 കോടിയും നേരത്തെ ഉള്ള 2,000 കോടി പിടിച്ചു വെച്ച കൂട്ട 6,000 കോടി രൂപ ഇവരുടെ കയ്യിലുണ്ട്. ഇതാ പറഞ്ഞ ഇവര് ഖജനാവിൽ കിടന്ന 4,000 കോടി. അപ്പൊ എന്താണ് പറഞ്ഞത്? ഈ കരാറുകാർക്ക് മാത്രം 10,000 കോടിയിലധികം രൂപ കടം വാങ്ങിയ തുക കൊടുത്തു തീർക്കാനുള്ളപ്പോഴാണ് കടം വാങ്ങിയിട്ടിരുന്ന തുക ഇതാണെന്നും പറഞ്ഞ് മിച്ചപ്പണമാണെന്നും പറഞ്ഞ്
നാട്ടുകാരെ പറ്റിച്ചു. എന്തൊരു നമ്മൾ ആലോചിക്കും, നമ്മളോ ഞാനോ വിശാഖനോ പണം കടം വാങ്ങിച്ച് എവിടെന്നെങ്കിലും വെച്ചിട്ട് ഇതൊക്കെ എൻ്റെ സമ്പാദ്യമാണെന്ന് പറഞ്ഞാൽ നടന്നാലേ ലോകത്താരെങ്കിലും. അടുത്തത് കേട്ടോണം, UDF സർക്കാർ അധികാരമേറ്റു. നാളെ ഇപ്പൊ 29 മറ്റന്നാൾ അല്ലേ? അതെ, അല്ല 29 വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച 1800 കോടി രൂപ കൂടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായും കാലിയായ ഖജനാവിൽ നിന്ന് 5 പൈസ ഇല്ലാത്തതുകൊണ്ട് ദൈനംദിന ചെലവുകൾക്ക് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഈ ശമ്പളവും പെൻഷനും കുടിശ്ശികയും എല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിട്ടാണ് ഈ 1800 കോടി രൂപ 29-ാം തീയതി കടമെടുക്കാൻ പോകുന്നത്. സംസ്ഥാനത്ത് കടമെടുക്കാതെ വേറെ മാർഗ്ഗമില്ല. കാരണം ഒന്നുമില്ലല്ലോ തന്നെ അവിടെ. ഇവർ ഭരിച്ച് മുടിച്ച് സുഖിച്ച് പോയ കിട്ടിട്ട് പോയ ഖജനാവല്ലേ ഇത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സർക്കാരിലെ, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്ത ഒരു വീഡിയോയുടെ തമ്പനയിൽ ഇങ്ങനെ ഒരു മന്ത്രിസഭ മുഴുവൻ കള്ളന്മാരാണോ എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്തത്. കാരണം ഇത് കള്ളന്മാരല്ല, പെരും കള്ളന്മാരാണ്. കള്ളത്തരം പറയുന്നവനെ കള്ളൻ എന്നല്ലേ പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. മാത്രമല്ല ഇവർ സുഖലോലുപന്മാരുമായിരുന്നു, അങ്ങ് സൂഹിക്കുകയായിരുന്നു പരിസരം പറന്ന്. നമ്മളൊരു കാര്യം ആലോചിക്കണം, ഈ പുതിയ സർക്കാർ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും എത്ര ഇന്നോവ ക്രിസ്റ്റ കാർ വാങ്ങിയിട്ടുണ്ടെന്നുള്ള അടിയന്തരമായ ഒരു കണക്കെടുക്കേണ്ടതുണ്ട്. അതെ, കാരണം പ്രധാനപ്പെട്ട കോർപ്പറേഷൻ മാത്രമല്ല, രാഷ്ട്രീയക്കാരുടെ കോർപ്പറേഷൻ അല്ലെ, വെണ്ടയ്ക്ക് ദിവസം കോർപ്പറേഷൻ, മുരിങ്ങയ്ക്ക് ദിവസം കോർപ്പറേഷൻ, ഇതെല്ലാവർക്കും നിത്യദാനത്തിന് ചിലവില്ലാത്ത കോർപ്പറേഷൻ പോലെ ഇന്നോവ ക്രിസ്റ്റ കാർ വാങ്ങിക്കാൻ അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ നേതാവും ഈ കാലുമാറി എന്ന് കുറവുണ്ടല്ലോ കോൺഗ്രസിൽ നിന്ന്, എല്ലാത്തിനും ഓരോ ചെറുമസ്ഥാനം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നോവ ക്രിസ്റ്റ കാറുണ്ട്. എല്ലാവർക്കും കാറും പിന്നെ പദവിയും ബോർഡും സ്വന്തമായിട്ട് ബോർഡ് വെച്ച് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. പുന്നയ്ക്ക വികസന കോർപ്പറേഷൻ പണ്ടൊരു സീരിയലുണ്ടായിരുന്നു. അത് ഇവരെയൊക്കെ കളിയാക്കിക്കൊണ്ടാണ്. ഒന്ന് നോക്കുക, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഫുൾ ധൂർത്തടിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നടന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരാൾ ഉറപ്പിട്ടിട്ടുണ്ട്, അത് രാഷ്ട്രീയക്കാരാണ് അദ്ദേഹം, കാരണം അറിയില്ല. അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസിൽ നിന്ന് മറികണ്ണം ചാടി പിണറായിയുടെ മതിൽ കെട്ടാൻ പോയ ഒരുത്തൻ്റെ ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കൂടി, അത് ഇതുപോലെ മുരിങ്ങയ്ക്ക് ദിവസം കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനമാണ്. അയാളിപ്പം വീണ്ടും മുഖ്യമന്ത്രി ഓഫീസിൽ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന കണ്ടു എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ദളിത് സംഘടനകളാണോ? ആ സംഘടന ഒന്നും കൊടുത്തിട്ടില്ല, അത് അവസാനത്തുണ്ട്. എനിക്ക് മനസ്സിലായി ആളാണെന്ന് പറഞ്ഞത്. അത് തന്നെ ആയിരിക്കാം, ഒരു പക്ഷേ മതിൽ കെട്ടാൻ പോയ ആളതായിരിക്കാം. പക്ഷേ അയാൾ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇവർ പലരും അങ്ങോട്ട് പോയി ഇപ്പോൾ റോസക്കുട്ടി ടീച്ചറിനെ വനവികസന കോർപ്പറേഷനെ അധ്യക്ഷയാക്കി, ലതിക സുഭാഷിനെ അത് വനവികസന കോർപ്പറേഷനിൽ, റോസക്കുട്ടി ടീച്ചറിനെ വനിതാ വികസന കോർപ്പറേഷൻ, KP അനിൽകുമാറിനെ ഒഡേപ്പക്കിന്റെ ചെയർമാനാക്കിയിരുന്നു. ഈ ചെന്നവർക്ക് PS പ്രശാന്തിനെ ദേവസ്വം ബോർഡ് അതിലൂടെ ജയിൽ കിടക്കാനുള്ള തലയിരുത്തെങ്കിൽ അങ്ങനെ ഉണ്ടായെന്ന് പറയാം. ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിച്ചു. എല്ലാവർക്കും അവരുടെ ഇന്നോവ ക്രിസ്റ്റ കാറുണ്ട്. അതിലേത് ഒരു ചെയർമാനെ ചുരുങ്ങിയ സമയം കൊണ്ട് 9.5 കിലോമീറ്റർ ഓടിയുന്നു കാർ സർക്കാർ വേണ്ടി. എന്നിട്ടാണ് എന്താണെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. AK ആന്റണിയാണ് ഇത് ആദ്യം പറയുന്നത്. ഇവിടെ 5 പൈസ ഖജനാവില്ല. അദ്ദേഹത്തിന് അറിയാം, കാരണം അദ്ദേഹത്തിന് മുൻ അനുഭവം ഉണ്ട്. ഇവർ ഭരിച്ചതിന് ശേഷം അതിനകത്ത് കയറിയ ആളാണ് പുള്ളി, അല്ലേ? പുള്ളിക്കറിയാം. അല്ല, ഇവർ ഓരോ തവണയും ഭരിച്ച് മുടിച്ചിട്ട് പോകുമ്പോൾ ഇത് സംഭവിക്കുന്നതൊക്കെയാണ്. ഇവർ താത്വികമായ ഭാഷയിൽ സംസാരിക്കുകയും ഞങ്ങൾ ലളിതജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്ന് വെളിയിൽ പറയുകയും യഥാർത്ഥത്തിൽ അത്യാഡംബരത്താണ് ഇവർ പരം ജീവിച്ചിട്ടുള്ളത്. അത് സത്യമാണ്. ആദ്യം മുതലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളിലൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവർ ലളിതജീവിതം എന്നൊക്കെ പറയുമ്പോൾ പോലും യഥാർത്ഥത്തിൽ മറ്റുള്ളവരെക്കാളൊക്കെ തന്നെ ആഡംബരത്തിൽ ജീവിച്ചിട്ടുണ്ട് പറയപ്പെടുന്നത്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കുമ്പോൾ പാടടി എന്നുള്ള പാട്ടാണ് മനസ്സിൽ ഓർമ്മ വരുന്നത്. ബാലഗോപാലൻ തള്ളി മറിച്ചതൊക്കെ പക്കാ കള്ളത്തരങ്ങളായിരുന്നു. ഈ AK ആന്റണി പറഞ്ഞതാണ് ശരി. ഈ ഖജനാവിൽ 5 പൈസ ഇല്ല. പണ്ട് മിമിക്രിക്കാര് അനുകരിക്കാൻ 5 പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് അനുകരിക്കുമായിരുന്നു. അതുകൊണ്ട് അത് തന്നെയാണ് അവസ്ഥ. ഖജനാവ് മുഴുവൻ വടിച്ചു നോക്കിയാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഈ പറയുന്ന ഇവരെ തള്ളുകളൊന്നും ശരിയല്ല. ഇവർ കടമെടുത്ത പൈസയാണ്, ഖജനാവിൽ അത് ഒട്ടും ഇല്ലായിരുന്നു താനും. അതെല്ലാം കൂടി ആണ് ഇപ്പോൾ കൂട്ടി. പുതിയ സർക്കാർ കാര്യം ചെയ്യേണ്ടത് ചെലവ് ചുരുക്കൽ നന്നായി നടത്തുക. കൊടുക്കുന്ന നാട്ടുകാർ മാത്രമല്ല, സർക്കാർ നോക്കണം. ഈ ആഡംബര കാർ വാങ്ങിച്ചു കൂട്ടുന്നതും ഈ മന്ത്രിമാർ ഔദ്യോഗിക അനാവശ്യമായി മോടി പിടിപ്പിക്കുന്നതും അതുപോലെ ആവശ്യത്തിൽ ബസ് സ്റ്റാഫിനെ നിയമിക്കുന്നതും ഇതൊക്കെ തന്നെ ഇക്കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയേ പറ്റൂ. അതല്ല അവർ ചെയ്തിട്ടുണ്ട് ഞങ്ങളും ചെയ്യും എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അത് തെറ്റാണ്. അവരത് ചെയ്തുകൊണ്ടാണ് അവരെ അടിച്ച് ഓടിച്ചിട്ട് ജനങ്ങൾ നിങ്ങളെ പിടിച്ച് കസേരയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെങ്കിലും അത്തരം കാര്യങ്ങൾ ഇത് വിട്ടു നിൽക്കുക തന്നെ ചെയ്യണം. ലളിത ജീവിതം നയിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല. അത് ഗാന്ധിജി പറഞ്ഞിട്ട് ഗാന്ധിയന്മാരാണെന്നാണ് കോൺഗ്രസ്സുകാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലളിത ജീവിതം നയിക്കുന്നത് അത് നിങ്ങൾ മാതൃക കാണിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ നമുക്ക് പറയാനുള്ളത്.